പുതിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു. 40 വർഷത്തിനു ശേഷം KSRTC കോടികൾ ലാഭത്തിലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. വിമാനയാത്ര പോലെ സൗകര്യമുള്ള പുതിയ ബസ്സുകൾ നിരത്തിലിറക്കും. ജീവനക്കാർ ബസ്സിനെ സ്വന്തം വാഹനം പോലെ സൂക്ഷിക്കണമെന്നും മന്ത്രി. പത്തനാപുരം KSRTC യൂണിറ്റിൽ ബ്രാൻഡ് ബസ്സുകളുടെയും ഗ്രാമീണ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുതിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു. 40 വർഷത്തിനു ശേഷം KSRTC കോടികളുടെ ലാഭത്തിലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ അഭിമാന ദിവസങ്ങളാണ്. 40 വർഷത്തിന് ശേഷം KSRTC 1,57,00,000 രൂപ ലാഭമുണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസങ്ങളാണ്. ഇതിൻ്റെ 10,16,00,000 രൂപ വരുമാനം കിട്ടുമ്പോൾ 1,57,00,000 രൂപ ലാഭമാണ്. അതായത് 1,19,00,000 രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തു കൂട്ടിയ കടത്തിൻ്റെ തിരിച്ചടവും പോയതിന് ശേഷം ആ 1,19,00,000 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എല്ലാ ദിവസവും അടയ്ക്കുന്നുണ്ട്. നമ്മൾ അത് അടച്ചതിന് ശേഷം KSRTCയുടെ ലാഭം 1,57,00,000 രൂപയ്ക്ക് മുകളിൽ വരികയും തൊട്ടടുത്ത ദിവസമായ മെനഞ്ഞാന്ന് KSRTCയുടെ ലാഭം ഏതാണ്ട് 20,00,000 രൂപയുണ്ട്. അപ്പം നഷ്ടത്തിൽ നിന്ന് ഇതിനെ കരകയറ്റാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു. ഇതോടെ മുഖ്യമന്ത്രിയുടെ പ്രശംസ നേടാൻ കഴിഞ്ഞു. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ പ്രസ്ഥാനത്തെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു അഭിനന്ദന സന്ദേശമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം KSRTC മാനേജ്മെൻറ്റിനെയും ജീവനക്കാരെയും അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു സ്ഥാപനം അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി ഉയർന്നു പൊങ്ങിയ കാഴ്ചയാണ് കണ്ടത്. KSRTCയിൽ അഭിമാനകരമായ നേട്ടമാണ് സ്വന്തമാക്കിയതെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരം KSRTC യൂണിറ്റിന് പുതിയതായി അനുവദിച്ച പുതിയ ബ്രാൻഡ് ബസ്സുകളുടെയും വിവിധ ഗ്രാമീണ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ 10,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 9 വർഷം കൊണ്ട് 10,000 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിന് നൽകിയത്. പക്ഷേ ബഹുമാനായ ധനകാര്യമന്ത്രിയും ഞാനും തമ്മിൽ ആലോചിച്ച് ഈ ബാറ്ററി ബസ്സുകളൊന്നും ഇനി വേണ്ട, നമുക്ക് മൈലേജ് കൂടുതലിടുന്ന പുതിയ ബസ് വാങ്ങണമെന്ന തീരുമാനത്തോടെ അദ്ദേഹം 108 കോടി രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ വായിച്ചത്. ആ പണം മുഴുവൻ അദ്ദേഹം വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭരണാനുമതി നൽകുകയും നമ്മൾ വാഹനങ്ങൾ വാങ്ങുകയും ചെയ്യുകയാണ്. വിമാനയാത്ര പോലെ സൗകര്യമുള്ള പുതിയ ബസ്സുകൾ നിരത്തിലിറക്കും. ഒറ്റ കാര്യം ആലോചിക്കുക, KSRTC ചരിത്രത്തിൽ ഇത്രയധികം കാറ്റഗറി ബസ്സുകൾ, അതായത് സൂപ്പർ ഡീലക്സ് വോൾവോ ബസ് മുതൽ മിനി ബസ് വരെയുള്ള ബസ്സുകളുടെ ഒരു വലിയ നിര ഒരിക്കലും KSRTCയിൽ ഉണ്ടായിട്ടില്ല. ഈ നിരയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ഏറ്റവും സാധാരണക്കാർ യാത്ര ചെയ്യുന്ന മലയോര മേഖലകളും തീരപ്രദേശങ്ങളും തുടങ്ങി അത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ നടത്തുന്ന സർവീസുകൾ വരെ ഒറ്റയടിക്ക് പരിഷ്കരിക്കുന്ന ആദ്യത്തെ സംരംഭമാണ്. ഏതാണ്ട് 155 വണ്ടിയോളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ 300-ലധികം വണ്ടികൾ വരും ദിവസങ്ങളിൽ വണ്ടികൾ വരും. ഈ സർക്കാർ അനുവദിച്ച 108 കോടി രൂപ കൂടാതെ മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നുകൂടി പൈസ സംഘടിപ്പിച്ച് ഞാൻ ഇനിയും വണ്ടി വാങ്ങിക്കും. KSRTCയിൽ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാനും ലാഭമില്ലാതെ നടത്തുന്ന സർവീസുകളെയും അനുവദിക്കില്ല. ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി വെറുതെ ഓടിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് എനിക്കൊരു ഷെഡ്യൂൾ കൊണ്ട് കാണിച്ചു. 12 മണിക്ക് ഇവിടെ എത്തുന്നൊരു വണ്ടി 12 മണിക്ക് പൂക്കുളഞ്ഞിക്ക് പോയി അവിടെ നിന്ന് കറങ്ങി തിരിച്ചു. ആരും കാണൂല. ആ ഭാഗത്ത് ഒരു മനുഷ്യൻ ഈച്ച പൂച്ച രാവിലെ വിട്ടാൽ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോകുന്നവർക്ക് പ്രയോജനമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാൻ പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോകാൻ പ്രയോജനമുണ്ട്. ആർക്കും പ്രയോജനമില്ല. എഴുതി വെച്ചിരിക്കുകയാണ്. കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പൂങ്കുളഞ്ഞി 12 മണിക്ക് പോയിട്ട് 12:45 തിരിച്ചു. എന്തിനു ഡീസൽ കളയുന്നു? പോകേണ്ട. അങ്ങനെയുള്ള ഒരു ട്രിപ്പും വയ്ക്കാൻ പാടില്ല. കംപ്ലീറ്റ് ഡെഡ് മൈലേജ് പോകുന്ന ഒരു ട്രിപ്പും പാടില്ല. നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ടാരെ കൊല്ലത്തുനിന്ന് വന്ന വണ്ടി ഇവിടെ കിടക്കട്ടെ. നീ അടുത്ത 2:30 മണിക്കോ 3 മണിക്കോ ആളുള്ള സമയത്ത് വണ്ടി പോയാൽ മതി. അതുവരെ ഡ്രൈവറും കണ്ടക്ടറും വിശ്രമിച്ചാലും KSRTC നഷ്ടമില്ല. ഒരു ഷെഡ്യൂളും ഇനി അങ്ങനെ എഴുതാൻ പാടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ ലിങ്ക് ബസ് അടക്കം ഒരു ഷെഡ്യൂളും അനാവശ്യമായി എഴുതാൻ പാടില്ല. ജീവനക്കാർ ബസ്സിനെ സ്വന്തം വാഹനം പോലെ സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S തുളസി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, KSRTC പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.